Nitin
വാക്കുകളിലായ വിനയമോ സ്വർണ്ണധനമോ വിശേഷ വസ്തുക്കളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അംഗീകരിക്കുകയും തങ്ങളുടെ പിതാക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിട്ടുണ്ടല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്റെ സ്ത്രീ ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ തന്ത്രത്തിലുള്ള വെള്ളം നിറയുന്ന 4 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അതെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് തലവന്മാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചയമല്ല അറിഞ്ഞില്ല. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരുടെ മേൽക്കരം വീഞ്ഞ് ആദ്യം കൊണ്ടു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നത്. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവരെയും വിശ്വസിച്ചു. സ്നേഹമുള്ള മാതാപിതാക്കളെ, വളരെ സന്തോഷകരമായ ഒരു കർമ്മത്തിന് നമ്മളുടെ സാക്ഷികളാണ്.
നമ്മുടെ പ്രിയപ്പെട്ടവരായ ജോജോയും സൗമ്യയും വിവാഹമെന്ന ഉദാശയിലൂടെ പുതിയൊരു കുടുംബത്തിന് രൂപം നൽകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കർമ്മത്തിലാണ് താല്പര്യത്തോടുകൂടി ഓടി നടത്തുന്ന ഒരു വ്യക്തിയാണ്. സൗമ്യ കോളേജിലെ അധ്യാപികയാണ്. എലികാവ് കോളേജിലെ അധ്യാപികയായിരുന്നത് അനേക യുവജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, ദൈവസ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിലെ വിജയത്തിന് ഉപകാരപ്രദമായിട്ട് മാറട്ടെ എന്നെല്ലാം ചേർന്ന് ഓരോ കുടുംബത്തെ സ്ഥാപിക്കുമ്പോഴും ദൈവം വളരെ ശ്രേഷ്ഠമായ കുറേ കാര്യങ്ങൾ ആ കുടുംബത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരുപാട് ഗ്രന്ഥം വരെ നീണ്ടു നിൽക്കുന്ന ബൈബിളിലെ ഓരോ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം കുടുംബത്തിന് പ്രാധാന്യം എത്രമാത്രം കൊടുക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യമേ ചെയ്തത് കുടുംബത്തിന് രൂപം നൽകിക്കൊണ്ടാണ്. ആദ്യത്തെ കുടുംബം, ആദ്യത്തിന്റെയും ഹവ്വായുടെയും കുടുംബമായിട്ട് നമ്മൾ ബൈബിളിന്റെ ഉൽപ്പത്തിയുടെ ആദ്യ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവം തന്നെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച് ഒരു കുടുംബത്തെ സ്ഥാപിച്ചു വയ്ക്കുകയാണ്. പിന്നീട് നമ്മൾ രക്ഷാകര ചരിത്രം ബൈബിളിൽ ആരംഭിക്കുന്നത് അബ്രാഹത്തോടുകൂടി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രത്തിന്റെ ഓരോ തലമുറകളിലൂടെ നമ്മൾ ബൈബിളിനെ വായിച്ചു പോവുകയാണ്. ഓരോ പുസ്തകങ്ങളിലൂടെ, ഓരോ അധ്യായങ്ങളിലൂടെ, ഓരോ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകരമായ ചരിത്രമാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ദൈവത്തിന്റെ രക്ഷയുടെ അടയാളം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ ബൈബിളിൽ വായിച്ചിരുന്നത്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ചരിത്രം, ദൈവം ഭൂമിയെ തൊടുന്നതിന്റെ ചരിത്രം, ദൈവം ഈ ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ ബൈബിളിൽ രക്ഷാകര ചരിത്രമായിട്ട് വായിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രക്ഷാകര ചരിത്രത്തെ നമ്മൾ ബൈബിളിന്റെ ഏറ്റവും അടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷാകര ചരിത്രം എന്ന് പറയുന്ന ബൈബിളിന്റെ ആ പുസ്തകം മുഴുവൻ ഓരോ തലമുറയുടെ ചരിത്രമാണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയെ തൊടുന്നതിന്റെ രക്ഷാകരമായ അവതരണമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബൈബിൾ രക്ഷയുടെ ചരിത്രമായിട്ട് മാറുന്നത് ദൈവം ഓരോ തലമുറകളിൽ, ഓരോ കുടുംബങ്ങളിൽ ദൈവം പ്രവർത്തിച്ചതിന്റെ ചരിത്രമാണ് നമ്മൾ ബൈബിളായിട്ട് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം ഓരോ കുടുംബത്തെയും അത്ര ശ്രേഷ്ഠമായിട്ടാണ് കരുതുക. ബലഹീനരായ മനുഷ്യരെ, കുറവുകളുള്ള മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ ദൈവം തെരഞ്ഞെടുത്തിട്ട് അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ചരിത്രമാണ് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ ദൈവം അബ്രാഹത്തിനോട് പറയുന്നത് നീ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞു വെച്ചുകൊണ്ട് വിശ്വാസികളുടെ പിതാവായിട്ട്, എല്ലാ പിതാക്കന്മാരുടെയും നാഥനായിട്ട് അബ്രാഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക. ഓരോ പിതാവിന്റെയും വേണ്ടി തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറാനാണ് എന്ന് ദൈവം പറഞ്ഞു വെക്കുകയാണ്. സാറായെ വിളിക്കുമ്പോൾ നിന്നിലൂടെ തലമുറ അനുഗ്രഹീതമായിട്ട് മാറുമെന്ന് സാറായോട് ദൈവം പറഞ്ഞു വെക്കുമ്പോൾ ഓരോ അമ്മമാരും തലമുറകളുടെ അനുഗ്രഹങ്ങളായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ദൈവം പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഓരോ പുസ്തകങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, ഓരോ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, ബൈബിളിലെ ഓരോ പേജുകളും നമ്മൾ മറച്ചു പോകുമ്പോൾ അവിടെ ഒരു കുടുംബത്തിന്റെ ചരിത്രം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ വരെ വിളിക്കുന്ന അമ്മച്ചുമാരും അച്ചായമാരും ഉണ്ട്. വിവാഹ ജീവിതത്തിന്റെ 15, 20, 40, 50 വർഷങ്ങളൊക്കെ ആയിട്ട് 60 വർഷക്കാരും പള്ളി മരുന്ന് പറഞ്ഞുകൊണ്ട് അവരിക്കുക. അതുകൊണ്ട് തല വെളുത്തവരിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ, കൂടുതലും തല കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ദൈവം പുതിയ നിയമത്തില് എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിന്റെ ചരിത്രമാണ് നിങ്ങളുടെ ജീവിതം. പുതിയ നിയമത്തിലെ അപരാധത്തില്, പഴയ നിയമത്തിലെ അപരാധത്തിൽ ആരംഭിക്കുന്ന കുടുംബചരിത്രം ജോസഫിലും മേരിയിലും അവസാനിക്കുകയല്ല, അത് തുടർന്ന് എഴുതപ്പെടുകയാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നമ്മളിവിടെ വിശ്വാസത്തിൽ ഇവിടെ വന്നിരിക്കുന്നതിന് കാരണം തലമുറകളിലൂടെ ദൈവം കൈമാറ്റം ചെയ്യപ്പെട്ട ആ രക്ഷാകര ചരിത്രത്തെ ഏറ്റെടുക്കാനായിട്ട് അനേകം മാതാപിതാക്കൾ കടന്നു വന്നതിന്റെ ചരിത്രം കൊണ്ടാണ്
സന്തോഷത്തോടും ഈശ്വരനും വിജയകരമായി അങ്ങയുടെ സ്വാമി സമാധാനം അങ്ങയുടെ ദാസർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിലെ വളർന്ന കുടുംബങ്ങളെ പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയ സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹമുള്ള കുദാശയായി ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യവരെ പരിഗണന ചെയ്യുന്നതിന് പുരോഹിതന് തനിവേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മോഹനായി പ്രാർത്ഥിക്കാം. സമൃദ്ധമായി പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വന്തമായി മനസ്സും പൂർണ്ണമായ സമ്മതത്തോടുകൂടി അന്നമേ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ വിശുദ്ധിയുടെ നിയമവും തിരുസഭയുടെ നടപടിക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ഈ മനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹങ്ങൾക്ക് സാക്ഷിക്കും. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുതരം സ്നേഹത്തോടും മനസ്സിലേക്കോടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിന് ആശ്രദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി അലഭ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയുടെ ജീവിതത്തിലുള്ള സന്തോഷവും സുഖിക്കുവാനും എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉചിതമായ ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. വിശ്വസ്തരുടെ അടയാളമായി പരസ്പരം ആശ്രദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശ്രദിക്കണമേ. പൂർണ്ണമായ നിന്നെ ധരിക്കുവാനും പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രത്തിൽ ലോകത്തെ കഷ്ടത്തിലായി ജീവിച്ച് സ്വരത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രം പണിയുവാൻ ചെയ്യണമേ. Amen.
ഇന്ന് മരണം വരെ സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷ്യമാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കണേ. ആന്തരിക ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലോടും മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ നല്ല മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത്, അവരെ വിശുദ്ധ മാർഗ്ഗത്തിൽ നയിക്കുന്നത് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിക്കുവാനും സമർപ്പിക്കുവാൻ നിങ്ങളെ ചെയ്യട്ടെ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ